ഹലോ, ഇന്ന് ഞാൻ 2 പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ പറയാനാണ് വന്നത്. രണ്ടും ട്രെൻഡിങ്ങിൽ പോയ നല്ല ഹൈപ്പ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. 2024 ട്രെൻഡിങ്ങിൽ പോയിട്ടുള്ള 2 പ്രൊഡക്ട്സാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ കൂടുതൽ ബോറടിപ്പിക്കാതെ പ്രൊഡക്റ്റ് കാണിക്കാൻ ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. സെക്കൻഡ് നമ്മളെ ഡെർംഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ അൺഡ്രാം ട്രീറ്റ്മെൻറ്റ്. അൺഡ്രാം ട്രീറ്റ്മെൻറ്റ് എന്നല്ല, അൺഡ്രാമിൽ മാത്രമൊന്നല്ല, ഡിസ്കളറേഷൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പറയാം. ആ 2 സാധനം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റോസ്മേരിനെ എടുക്കാം. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഭയങ്കര ഹൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് വാങ്ങിയത്. അത് ഓഫർ ടൈമിൽ തന്നെയാണ് പിക്ക് ചെയ്തത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഹെയർ എൻ്റെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹെയർ ഫോളും പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള താരം വരുന്നത് ഫീൽ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്യാൻ തന്നെ വിചാരിച്ചു, എന്തായാലും യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും തലയിൽ പിടിക്കാൻ കുറച്ച് ടൈം കൊടുക്കണമെന്നില്ല, എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ടൈം കൊടുക്കണമെന്നില്ലേ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, നമ്മുടെ ഈ വിരലിങ്ങനെ എടുക്കില്ലേ, അപ്പോൾ ഇത്ര പോർഷൻ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ വിരലിങ്ങനെ എടുക്കുമ്പോൾ ഇത്രയും പോർഷൻ യൂസ് ചെയ്യാം, അതായത് പകുതി ഇത്രയും പോർഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് നോക്കിയിട്ട് എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂസ് ചെയ്തു. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടാവുള്ള കുളിച്ചതിന് ശേഷം യൂസ് ചെയ്ത് നോക്കി. കുറേ നാൾ അങ്ങനെ കുളിച്ച് വന്നവിടെ യൂസ് ചെയ്ത് നോക്കി, കുളിക്കുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ മാറ്റി മറിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ടില്ല. ഓരോ ദിവസം എൻ്റെ മുടി കൊഴിച്ചിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ മുടി കൊഴിഞ്ഞ് പോകുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിയിട്ട് മുടി പൊഴിയിപ്പിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി, ഫുൾ മറിച്ച് കളഞ്ഞു. ഈ ബോട്ടിലൊന്നുമില്ല, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഫുൾ മറിച്ച് കളയത് സങ്കടം കൊണ്ട് നിവൃത്തികേട് കൊണ്ട് ഞാൻ മറിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫില്ല, വാങ്ങാൻ കിട്ടില്ല, റോസ്മേരി. അത് വാങ്ങിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്ത് നോക്കി. കാര്യമില്ല, മുടി കൊഴിച്ചിലൊന്നും ഒരു കുറവും ഇല്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നെ എസെൻഷ്യൽ ഓയിൽ നോക്കിയപ്പോൾ എനിക്കത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പേ ഞാൻ വേറൊരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ പേര് എനിക്കെന്തോ മറന്നുപോയി. ഞാനത് നോക്കട്ടെ, കിട്ടിയിട്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എസെൻഷ്യൽ ഓയിൽ എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ മിക്സ് ചെയ്തിട്ട് കളയുമ്പോൾ പ്രത്യേകിച്ചൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്ത കേസിൽ വാട്ടർ എനിക്ക് വർക്കായിട്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വർക്കായില്ലെന്ന് വെച്ചാൽ ഇത് പൊട്ട സാധനം എന്നല്ല, എനിക്ക് വർക്കായില്ല, അത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് വർക്കായത്, ഇഷ്ടം പോലെ ആൾക്ക് വർക്കായ സാധനമാണിത്. ഭയങ്കര ഹൈപ്പ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഡെർംഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് ബ്രൈറ്റ് സ്കിൻ ആൻഡ് ട്രീറ്റ് ഡിസ്കളറേഷൻ ഡെർമറ്റോളജി ടെസ്റ്റഡ് അൺഡ്രാം ട്രീറ്റ്മെൻറ്റ് ഓൾ സ്കിൻ ടൈപ്പ്. അൺഡ്രാം ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ അൺഡ്രാമിന് മാത്രമായിട്ടൊന്നുമല്ല, നമുക്ക് നെക്കിൻ്റെ ബാക്കിലുള്ള ഡിസ്കളറേഷൻ, പിന്നെ കൈയിൻ്റെ മുട്ടില്ലേ ഇവിടെയൊക്കെയുള്ള അതൊക്കെ മാറ്റും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതും ടെസ്റ്റ് ചെയ്യണം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അൺഡ്രാംസിന് മാത്രം യൂസ് ചെയ്തു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യാണ്ട് ഇത് കൺസിസ്റ്റൻ്റായിട്ട് അൺഡ്രാംസിൽ യൂസ് ചെയ്തു. ഇത് ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്തത് കേട്ടോ. റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്കതിന് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്താ വെച്ചാൽ അറിയണമെങ്കിൽ കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇത് ഞാൻ കൺസിസ്റ്റൻ്റായി ഉപയോഗിച്ചു. ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം എവിടെ വരെ ഉണ്ടാവുമോ, ഇത് ഇവിടെ വരെ കാണിക്കുന്നത്. ബ്ലൂ കളറാണ്, അങ്ങനെ കാണുന്നില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഇത്ര വരെ ഉണ്ട്, ഇത്ര പോർഷൻ എനിക്ക് കഴിയാനുണ്ട്. ഞാൻ ഇത്രയും പോർഷൻ യൂസ് ചെയ്തു 1 മന്ത്. പക്ഷെ ഇതുണ്ടല്ലോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൊളീഗ് വാങ്ങിയിട്ട് ഒരു 4 ദിവസം യൂസ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ഇച്ചിങ് പോലെ, ഇങ്ങനെ ഇരിച്ചലൊക്കെ പോലെ തോന്നിയിട്ട് പേടിയായിട്ട് പിന്നെ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് എനിക്ക് തന്നതാണ്. ഇത് തരുമ്പം തന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതും പർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ ഇത് ഞാനൊരു 1 മന്ത് കഴിഞ്ഞു, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ദിവസവും 2 നേരം യൂസ് ചെയ്യണമെന്നാണ്. ഞാൻ ചില ദിവസം 2 നേരം യൂസ് ചെയ്യും, ചിലപ്പോൾ 1 നേരമായിരിക്കും, എന്തായാലും യൂസ് ചെയ്യും. ഇതെനിക്ക് നന്നായിട്ട് വർക്കായി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെളുപ്പിച്ച് അങ്ങനെ ബ്രൈറ്റ്നപ്പ് ആക്കിയെന്നല്ല. ഞാനിത് അണ്ടർആമിന് മാത്രമേ യൂസ് ചെയ്തത്, കാരണം ടെസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്യാം, റിസൾട്ട് എന്താണെന്ന് അറിയേണ്ടത്. ഇതിപ്പം ഞാൻ കൈമുട്ടിനും കഴുത്തിൻ്റെ മടയും പുറകെ എല്ലായിടത്തും യൂസ് ചെയ്താൽ പെട്ടെന്ന് തീർന്നു പോകും, മനസ്സിലാക്കാൻ പറ്റില്ല പെട്ടെന്ന് റിസൾട്ട്. അപ്പോൾ ഞാൻ അണ്ടർആമിന് നല്ലതാണ് യൂസ് ചെയ്തു, വേറെ എവിടെ യൂസ് ചെയ്യാതെ അണ്ടർആം മാത്രം യൂസ് ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ സ്കിന്ന് ജസ്റ്റ് ഒന്ന്
എന്താ അവിടുത്തെ പിഗ്മെൻറ്റേഷൻ ഫെയ്ഡായി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഇതൊന്നും ഇപ്പോൾ ഒരു ബോട്ടിലല്ലേ, ഇപ്പോൾ 2-3 ബോട്ടിൽ ഇതുപോലെ കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് മാറ്റം കിട്ടും. അതുപോലെ തന്നെ എക്സ്ഫോളിയേറ്റും ചെയ്യണം. ഇത് മാത്രം യൂസ് ചെയ്താൽ മാറുന്നില്ല. നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം. എൻ്റെ അണ്ടർ ആർം പറഞ്ഞാൽ ഭയങ്കര പിഗ്മെൻറ്റഡ് അല്ല, എന്നാൽ ഒട്ടും പിഗ്മെൻറ്റഡ് അല്ലാത്തതല്ല, ആ ഒരു ലെവലിലില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഭയങ്കര സന്തോഷമായി. ഇത് ഫ്രീ കിട്ടിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആണല്ലോ, ഫ്രീ കിട്ടിയതാണല്ലോ, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ലോ. അപ്പോൾ ഇതെനിക്ക് വർക്കായി. കാശ് കൊടുത്ത് വാങ്ങി എൻ്റെ റോസ്മേരി എന്നെ ചതിച്ചു. അപ്പോൾ എന്താ ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് എനിക്ക് വർക്കായി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. ഈ രണ്ടിൻ്റെയും കാര്യം ഞാൻ പറയാം. ചിലവർക്ക് ഇതായിരിക്കും വർക്കാവുക, ഇത് വർക്കാവില്ല. ചിലവർക്ക് ഇത് വർക്കാവില്ല, ഇതായിരിക്കും വർക്കാവുക. കറക്റ്റ് തന്നെയല്ലേ? അങ്ങനെ ആയിരിക്കും. അപ്പം എനിക്ക് എന്തായാലും ഇത് വർക്കായിന്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ ഞാനിത് കഴിഞ്ഞാലും റീപർച്ചേസ് ചെയ്തിരിക്കും. പിന്നെ പർപ്പിളിൽ നിന്ന് എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പർപ്പിളിലെല്ലാം അഫോർഡബിളാണ്. പ്രത്യേകിച്ച് ഓഫർ ടൈമിലൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല അഫോർഡായിട്ട് പ്രൊഡക്റ്റും കിട്ടും, ഭയങ്കര റിസൾട്ടുമാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. രണ്ടും ഭയങ്കര ഹൈപ്പഡ് പ്രൊഡക്റ്റാണ്. ഭയങ്കര ട്രെൻഡിങ്ങിൽ ഹൈപ്പായിട്ട് പോയ കുറേ യൂട്യൂബേഴ്സൊക്കെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള അജാതി പ്രൊഡക്ട്സാണ്. പക്ഷേ ഇത് നമ്മൾ പരസ്യമൊക്കെ കണ്ട് വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് സംഭവിക്കുക. നമുക്കത് വർക്കാവണമെന്നില്ല, അവർക്ക് ചിലപ്പം വർക്കായതായിരിക്കും, നമുക്ക് വർക്കാവണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് വർക്കായതേ ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ആഡിന് വേണ്ടിയിട്ട് പെയ്ഡ് പ്രൊമോഷൻ പോലെ ചെയ്യുന്നതും ആയിരിക്കും. അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയാണ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം നമ്മുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ. ഇതിനിപ്പം സ്കിൻ ടൈപ്പ് നോക്കാനൊന്നുമില്ല, എല്ലാവർക്കും ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിയത്. പിന്നെ ഇത് ഞാൻ പറയില്ലേ, എൻ്റെ കൊളീഗ് അവർക്ക് ഇച്ചിങ്ങൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഇറിറ്റേഷൻ പോലെ ഉണ്ടാക്കിയത്. അതാണ് എന്ന് വെച്ച് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കൂളിങ് എഫക്റ്റാണ്. അതാ പറഞ്ഞത്, ഓരോ പ്രൊഡക്റ്റിനും ഓരോ രീതിയിൽ ഓരോ ബോഡിയിലേക്ക്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് പിക്ക് ചെയ്യാം, വെറുതെ കൊണ്ടുപോയി കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നാച്ചുറൽ റെമഡി തന്നെ യൂസ് ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷേ നാച്ചുറൽ റെമഡി ആണെങ്കിലും ഒരു 2 കൊല്ലമൊക്കെ എടുക്കും റിസൾട്ട് കിട്ടാൻ. ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, 2 മാസം 3 മാസം. അപ്പം അത് 3 വർഷം 2 വർഷമൊക്കെ എടുക്കും. അതാണ്. അപ്പോൾ പിന്നെ ഞാനിപ്പം ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ, അതും ഇത്രയും ട്രെൻഡിങ്ങിൽ ഹൈപ്പിൽ പോയ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെ കൊണ്ടുണ്ടായതെന്ന് എനിക്ക് ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്താ ഉണ്ടായതെന്നുള്ളത് ചിലപ്പോൾ ഇതേ അനുഭവം ഉള്ളവരുണ്ടാവും, നേരെ തിരിച്ചായിരിക്കും. അപ്പം എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. പിന്നെ ലോങ് വീഡിയോ ഫസ്റ്റ് ഇടുമ്പം തന്നെ ഒരു നല്ലൊരു ടോപ്പിക്കും അതുപോലെ നല്ലൊരു ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഇടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്. കാരണം ഇതെല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും. പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയാലോ എന്ന് വെച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതന്നെ ഇട്ടത്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തതാണ്, എന്നാലും എനിക്ക് റിവ്യൂ പറയാൻ കഴിയും. ഫുൾ ബോട്ടിൽ കാലിയാക്കിയതാണ്, ഞാൻ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ.